ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്വന്തമായിട്ട് ഒരു ചുരിദാർ എങ്ങനെ തയ്ച്ചിടാം എന്നതിനുള്ള ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മെഷർമെൻറ്റ്സിനെ കുറിച്ചാണ് അതിലുള്ളത്. ഇന്ന് പാർട്ട് 2 കട്ടിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് മടക്കിയെന്ന് കാണിച്ചു തരാം. നീളം കൂടുതലും വീതി കുറവുള്ള തുണികളാണെങ്കിൽ ആദ്യം നമ്മളിങ്ങനെ വീതിക്ക് 2ആയിട്ട് മടക്കുക. അതിനുശേഷം നീളത്തിൽ, അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ മടക്കി എടുക്കുക. അപ്പോൾ ഇത് ഒന്ന് ക്ലോസ് സൈഡും ഇത് ക്ലോസ് സൈഡും അപ്പുറത്തേത് ഓപ്പൺ സൈഡും ആയിരിക്കും. ഇനി നമ്മൾ വീതി കൂടുതലുള്ളതാണെങ്കിൽ, നീളം കുറവാണെങ്കിൽ നേരെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ മടക്കുക. ഒന്നും കൂടി നമ്മൾ സെൻറ്ററിൽ കൂടെ മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൈഡിലുള്ളത് ക്ലോസ് സൈഡായിരിക്കും, അപ്പുറത്തുള്ളത് ഓപ്പൺ സൈഡ് ആയിരിക്കും. ഇനി നമുക്ക് അടയാളപ്പെടുത്തി തുടങ്ങാം. ഫുൾ ലെങ്ത് 43 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. ആദ്യം നമുക്കൊന്ന് ബോർഡർ ലൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരെ താഴേക്ക് 43 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് അതൊന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. 6.5 ആണ്. ഈ മെഷർമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 6.5 താഴേക്ക് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ നമ്മളത് 6.5 കറക്റ്റായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇങ്ങോട്ട് എടുത്തിട്ട്. അതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് അടയാളപ്പെടുത്താനുള്ളത്. 9.5 അടയാളപ്പെടുത്തണം. 38 ചെസ്റ്റിനാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. 9.5 പ്ലസ് 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ്. അത് അടയാളപ്പെടുത്തിയിട്ട് നമുക്കിതാ ഇവിടുന്ന് ഈ 6.5 അങ്ങോട്ട് ലൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് നെക്ക് ഡിസ്റ്റൻസ് ആണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. 3.5 ആണ്. അതിനുശേഷം നമുക്ക് സ്ലോപ്പ് അടയാളപ്പെടുത്തണം. 1/4 ആണ്, 1/4 ഇഞ്ച്. അതെങ്ങനെയാണ് വന്നതെന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ആ 1/4 ഇഞ്ച് നമുക്കിതാ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് നെക്ക് ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് ആ സ്ലോപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. 6.5ൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. അതിനുശേഷം മുകളിൽ ഇതിൽ കാണുന്നത് പോലെ ഒരു 1/2 ഇഞ്ച് തള്ളി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ, മുകളിൽ നമ്മൾ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൽ ടച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ 6.5 സെൻറ്റർ അടയാളപ്പെടുത്തിയല്ലോ, അവിടെയും ടച്ച് ചെയ്യണം. താഴ്ഭാഗം നമ്മൾ 9.5 ചെസ്റ്റ് ലൈൻ വരച്ചില്ലേ, അതിൽ ഏതെങ്കിലും 9.5 വരെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ടച്ച് ചെയ്യണം. അങ്ങനെ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ 2 പോയിന്റുകൾ, സെൻറ്റർ പോയിന്റും താഴത്തെ പോയിന്റും മാത്രം യോജിപ്പിച്ചാൽ മതി. ഒന്നുകൂടെ പറയാം. ഇത് സെൻറ്റർ പോയിന്റ് അടയാളപ്പെടുത്തുക. ശേഷം മുകളിൽ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തണം. ശേഷം ഫ്രഞ്ച് കർവ് ഇങ്ങനെ വെച്ചിട്ട് ഈ 3 പോയിന്റിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്തെടുക്കും. ആം ഹോൾ കർവ് വരയ്ക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ആം ഹോൾ കർവ് കറക്റ്റ് ആണോ എന്ന് മെഷർ ചെയ്ത് നോക്കണം. ആം ഹോൾ കർവ് 9 ഇഞ്ചാണ്. അത് നമ്മൾ ആദ്യം ഈ പോയിന്റിൽ കറക്റ്റായിട്ട് ഈ താഴേക്കൊരു 1/4 ഇഞ്ച് സ്ലോപ്പ് വെച്ചില്ലേ, അവിടുന്ന് മുതൽ കറക്റ്റ് നമ്മൾ ചരിച്ചടയാളപ്പെടുത്തുക. 8.5 ആണ് കിട്ടുന്നത്. അത്രയും മതി. കാരണം നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടായിരിക്കും നമ്മൾ തയ്ക്കുന്നത്. തയ്ച്ച് കഴിയുമ്പോൾ അത് 9 ഇഞ്ച് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ മെഷർ ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഈ ടേപ്പ് പിടിച്ചിരിക്കുന്ന ആ ഒരു ലൈനിൽ കൂടിയാണ് നമ്മുടെ തയ്യൽ വരുന്നത്. അപ്പോൾ കറക്റ്റ് 9 കിട്ടും. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിന് ശേഷം ഇതിൽ കാണുന്നത് പോലെ നേരെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് അടയാളപ്പെടുത്തണം. ഇങ്ങനെ ടേപ്പ് മടക്കി വെച്ച് അടയാളപ്പെടുത്തുന്നതായിരിക്കും എളുപ്പം. അതിനുശേഷം നമുക്ക് ഫ്രഞ്ച് കർവ് ഇതുപോലെയാണ് പിടിക്കേണ്ടത്. നേരത്തെ പിടിച്ചത് നേരെ മുകളിൽ താഴേക്കാണ്. അങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ ചരിച്ച് വേണം പിടിക്കാനായിട്ട്, ഈ പിക്ചറിൽ കാണുന്നത് പോലെ. അങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഈ സെൻറ്റർ പോയിന്റും ഇപ്പോൾ അടയാളപ്പെടുത്തിയ സെൻറ്റർ പോയിന്റും താഴത്തെ ചെസ്റ്റ് ലൈനിൻ്റെ പോയിന്റും തമ്മിൽ എവിടെയാണ് ജോയിൻ ആകുന്നത് രണ്ടും കൂടി, അവിടെ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചെടുക്കാനുള്ള സംഭവം അത്രയേ ഉള്ളൂ. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട്, ഒട്ടും ചുളിവുകളില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തുക. ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് 14 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. നമുക്ക് ഈ സൈഡിലും ഒരു 14 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം.
ഇനി വേസ്റ്റ് വിഡ്ത്താണ് 8.5 ആണ്. 8.5 അടയാളപ്പെടുത്തി. തയ്യൽ തുമ്പ് 1.5 അടയാളപ്പെടുത്തണം. ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത് ആണ്. ഹിപ്പ് ലെങ്ത് 19 ആണ് വരുന്നത്. അത് നമുക്ക് ഈ സൈഡിലും കൂടി 19 അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഹിപ്പ് വിഡ്ത്താണ്. അതിവിടെ 10 ആണ് എനിക്ക് വരുന്നത്. 10 പ്ലസ് തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാത്രമേ അടയാളപ്പെടുത്താൻ പാടുള്ളൂ. മുകളിലൊക്കെ 1.5 ആണ്. ഇവിടെ 1 ഇഞ്ച് മാത്രമേ അടയാളപ്പെടുത്താവുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കാം. വളച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇത് തയ്യൽ തുമ്പ് തമ്മിലാണ് യോജിപ്പിച്ചേക്കുന്നത്. ഇനി നമുക്ക് താഴെ ഫ്ലെയർ വിഡ്ത്ത് അടയാളപ്പെടുത്തണം. അത് ഏറ്റവും താഴെ നമ്മൾ ആദ്യം ടോട്ടൽ ലെങ്ത് അടയാളപ്പെടുത്തിയില്ലേ, അവിടെ നമുക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്താം. 12 ആണ്. ഈ 10ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയതാണ്. നിങ്ങൾക്ക് 1 ഇഞ്ച് കൂട്ടാം, 1.5 ഇഞ്ച് കൂട്ടാം. ഞാനിവിടെ 2 ഇഞ്ചാണ് കൂട്ടിയിട്ടുള്ളത്. തയ്യൽ തുമ്പ് 1 മാത്രമേ കൊടുക്കാവുള്ളൂ. അതിനുശേഷം നേരെ ഹിപ്പിൽ നിന്ന് നമുക്ക് താഴേക്ക് വരച്ചു കൊടുക്കണം. സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ തയ്യൽ തുമ്പ് തമ്മിലാണ് യോജിപ്പിച്ച് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ദാ ഈ തയ്യൽ തുമ്പ് പോയിന്റിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുത്താം. മുകളിൽ നിന്ന് താഴെ വരെ നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം. ഇനി നമുക്ക് സെൻറ്റർ പോയിന്റിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കണം. അതുപോലെ വേസ്റ്റിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കണം. ഹിപ്പിലും ഒരു നോച്ച് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ആം ഹോളിൽ കൂടെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സെൻറ്റർ തുണി ഇങ്ങെടുത്ത് മാറ്റാം. അതിനുശേഷം ഈ 2 പാർട്ടും വളരെ വ്യക്തമായിട്ട് വച്ചതിന് ശേഷം എല്ലാ പോയിന്റും ഒന്നിച്ച് ജോയിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് തന്നെ കട്ട് ചെയ്തെടുത്ത് കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ സൈഡിൽ ഭയങ്കര ചുളിവുകൾ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. ഇതാണ് ഫ്രണ്ട് പോർഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നോച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സ്ലീവും അതുപോലെ തന്നെ നെക്കും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ബൈ.